കണ്ണൂർ ജില്ലയിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വൈകിട്ട് 5 മണിയായിട്ടും സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരാതായപ്പോ കണ്ണൂർ പോലീസ് സ്റ്റേഷനിലേക്കല്ലേ ആ അച്ഛനും അമ്മയും ഓടി വന്നിട്ട് പറഞ്ഞു, പോലീസെ എൻ്റെ മകളെ കാണുന്നില്ല, സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നില്ല. പോലീസിന് ടെൻഷനായി. പോലീസ് വണ്ടിയെടുത്തു. ആ സ്കൂളിൽ 5ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറുടെ അടുത്തേക്ക് പോയിട്ട് കുട്ടിയോട് ആ ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ കുട്ടി ഇന്ന് ക്ലാസ്സിൽ വന്നോ? ടീച്ചർ പറഞ്ഞു ക്ലാസ്സിൽ വന്നില്ല. നിങ്ങൾ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞോ? വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞില്ല. എന്താ പറയാതെന്ന് ചോദിച്ചപ്പോ ടീച്ചറുടെ വാട്സപ്പ് എടുത്ത് പോലീസിന് കാണിച്ചു തന്നു. രാവിലെ 7:28 മണിക്ക് ഈ വാട്സപ്പിൽ അമ്മ അയച്ച മെസ്സേജ് എന്താണെന്ന് നിങ്ങൾ അറിയോ? അമ്മയ്ക്ക് ആ ടീച്ചർ വായിച്ചു കൊടുത്ത മെസ്സേജ് ഇങ്ങനെയായിരുന്നു: എൻ്റെ മകൾക്ക് പനിയാണ്, അതുകൊണ്ട് എൻ്റെ മകൾ ഇന്ന് ക്ലാസ്സിൽ വരില്ല. അമ്മ പറഞ്ഞു ഇങ്ങനെ ഒരു മെസ്സേജ് ഞാൻ അയച്ചിട്ടേ ഇല്ല. ടീച്ചർ ചോദിച്ചു നിങ്ങളെ വാട്സപ്പിൽ? ഇതെന്റെ വാട്സപ്പാണ്, പക്ഷെ മെസ്സേജ് ഞാൻ അയച്ചിട്ടില്ല. മിഞ്ഞാന്ന് ഈ മെസ്സേജ് അയച്ചതാരാന്ന് അമ്മയോട് ചോദിച്ചപ്പോ അതയച്ചത് ഞാനാണ്, അതിന്റെ അപ്പുറത്തും ഞാൻ അയച്ചത്, ഇപ്പുറത്തും ഞാൻ അയച്ചത്, ഇത് ഞാനല്ലാന്ന്. നിങ്ങളെ മൊബൈൽ ഫോൺ വേറെ ആരെങ്കിലും എടുക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്റെ മൊബൈൽ ഫോൺ എന്റെ മക്കളല്ലാണ്ട് വേറെ ആരാ എടുക്കുക? അമ്മയോട് ടീച്ചറും പോലീസും ഒന്നും പറഞ്ഞില്ല. മകളെ കിട്ടാത്ത ദുഃഖത്തിന് പോലീസ് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം ഈ മെസ്സേജ് അയച്ചു, കുട്ടിയെ കാണുന്നില്ല. വൈകിട്ട് 5:45 മണിക്ക് കണ്ണൂർ ടൗണിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കണ്ണൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി വന്നിട്ട് പോലീസിനോട് പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന കുട്ടിയുണ്ടല്ലോ എന്റെ ഓട്ടോറിക്ഷയിൽ കയറിയിട്ടുണ്ട് വൈകിട്ട്. ഞാനാണ് ആ കുട്ടിയെ ആ സിനിമാ തിയേറ്ററിൽ കൊണ്ടുവിട്ടത്. ആ സിനിമാ തിയേറ്ററിൽ ഉണ്ട് നമ്മളെ കുട്ടി. അങ്ങനെ പോലീസും നാട്ടുകാരും അച്ഛനും അമ്മയിലും കൂടി ആ സിനിമാ തിയേറ്ററിനെ ലക്ഷ്യമാക്കി ഓടിപ്പോയി. സിനിമാ തിയേറ്ററിൽ സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നു. സിനിമ ഓഫ് ചെയ്യിച്ചു. സകല ലൈറ്റും സിനിമാ ഹാളിന്റെ ഉള്ളിൽ ഇട്ടിട്ട് പോലീസ് പരിശോധിച്ചു നോക്കുമ്പോ ആ സിനിമാ ഹാളിന്റെ ഏറ്റവും പുറകിലുള്ള ഇടത്തേ സൈഡിലുള്ള 2 സീറ്റിൽ 5ാം ക്ലാസ്സിലെ പെൺകുട്ടി, 11 വയസ്സുള്ള പെൺകുട്ടി, ഒരു ചെക്കന്റെ നെഞ്ചത്ത് തലവെച്ച് സിനിമ കാണുന്നു. നമ്മൾ വിചാരിച്ചു പോലീസിനെ കണ്ട അപ്പാടന്നെ ആ കുട്ടി ആകെ വെപ്രാളായി എണീറ്റ് ഓടുന്നു വിചാരിച്ചു. ഒരു കൂസലും ഇല്ലാണ്ട് ആ നെഞ്ചത്ത് നിന്നൊന്ന് തല പൊന്തിച്ച് പോലീസ് ചോദിച്ചു, മോളെ ഇതാരാണ്? 5ാം ക്ലാസ്സിലെ കുട്ടി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന എൻ്റെ ഏട്ടൻ. പോലീസ് ഏട്ടനോട് ചോദിച്ചു, എത്ര വയസ്സായി ഏട്ടാ? ഏട്ടൻ പറഞ്ഞു 14. ഏട്ടന്റെ നാട് എവിടെയാ? തിരുവനന്തപുരം. അമ്മയ്ക്ക് മക്കളുടെ സ്വഭാവം അറിയില്ല എങ്കിൽ മക്കൾ ചിരിച്ചു കൊണ്ട് നിൽക്കുമ്പോ അമ്മ എൻ്റെ മകൻ തങ്കപ്പെട്ടവനാണെന്ന് വിശ്വസിക്കുമ്പോ ദ്വിമുഖം ഈ ഇരട്ട മുഖത്തെ മനസ്സിലാക്കാൻ പിന്നെ ആർക്കാണ് കഴിയുക?